കേരള തീരത്തിനടുത്ത് ഉൾക്കടലിൽ ചരക്കുകപ്പൽ തീപിടുത്തത്തിൽ കാണാതായ 4 ജീവനക്കാർക്കായി തെരച്ചിൽ ഊർജിതം. തീപിടുത്തത്തിൽ പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി മംഗലാപുരത്തെത്തിക്കും. INS സൂററ്റിലാണ് 18 പേരെയും ചികിത്സയ്ക്കായി കൊണ്ടുവരുന്നത്. അതേസമയം കപ്പലിൽ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ട് എന്നാണ് വിവരം. നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെ രാവിലെ 9:30യോടെയാണ് അപകടം. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലായ AV വാൻഹായ് 503ന്റെ പ്രൈമറി ഡെക്കിന്റെ അടിഭാഗത്താണ് സ്ഫോടനമുണ്ടായത്. പിന്നാലെ തീപിടുത്തവും ഉണ്ടായെന്നാണ് വിവരം. 11:30യോടെ കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകൾ, 3 ഡോണിയർ വിമാനങ്ങൾ തുടങ്ങിയവ രക്ഷാപ്രവർത്തനത്തിനെത്തി. തുടർന്ന് കപ്പലിൽ നിന്ന് ചാടിയ 18 പേരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. രക്ഷപ്പെടുത്തിയവരിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 22 പേരിൽ ബാക്കിയുള്ള 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. മ്യാൻമാർ, ഇന്തോനേഷ്യ, തായ്വാൻ, ചൈന സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടവർ. അതേസമയം കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജിതമാണ്. തീ പിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങൾ കൂട്ടി ഉരസുമ്പോൾ സ്വയം തീപിടിക്കുന്നതും വായുവുമായി സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്നതും ശ്വസിച്ചാലോ സ്പർശിച്ചാലോ ഹാനികരമാകുന്നതുമായ ഉൽപ്പന്നങ്ങളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത്. ഇതിൽ നിരവധി കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. എന്നാൽ കേരള തീരത്ത് നിലവിൽ മുന്നറിയിപ്പുകളൊന്നുമില്ല. അപകടം നടന്ന കപ്പൽച്ചാലിന് സമീപമുള്ള മറ്റു കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിതമായ ദൂരത്തിൽ കടന്നുപോകാനാണ് കപ്പലുകൾക്ക് നൽകിയ നിർദ്ദേശം. അതേസമയം കേരള തീരത്തിനടുത്ത് 3 ആഴ്ചക്കിടെ 2ാമത്തെ കപ്പൽ തീപിടുത്തമാണ് ഉണ്ടാകുന്നത്. അതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. രക്ഷാദൌത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മന്ത്രി VN വാസവൻ. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് തുടർ ദൌത്യങ്ങൾ. അപകടത്തെ തുടർന്നുണ്ടാകാനിടയുള്ള പാരിസ്ഥിതിക മത്സ്യബന്ധന പ്രശ്നങ്ങളാണ് സംസ്ഥാനം നോക്കുന്നത്. എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത് എന്ന വിവരം ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കൊളംബോയിൽ നിന്ന് മുംബൈക്ക് പോവുകയായിരുന്നു എന്നാണ് കിട്ടിയ വിവരം. അതിൽ 50 കണ്ടെയ്നറോളം കടലിൽ വീണാൻ വന്നു. തീ പിടിച്ചതാണ് പ്രശ്നം എന്നാണ് പ്രാഥമികമായി കിട്ടിയ വിവരം. ആ വിവരം കിട്ടിയോടെ തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും രക്ഷാദൗത്യവുമായി കൃത്യമായി ആ പ്രദേശത്തേക്ക് പാഞ്ഞിരുന്നു. ആ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷ, കപ്പൽ പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാണാതായവരെ കുറിച്ചാണെങ്കിൽ ഒരു വിവരവുമില്ല, അവരെ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. എന്താണ് നിലവിലെ ഒരു അവസ്ഥ? അതേ, കാണാതായ 4 ജീവനക്കാർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. ആകെ കപ്പലിൽ ഉണ്ടായിരുന്നത് 22 ജീവനക്കാരായിരുന്നു. അതിൽ 18 പേരാണ് ഈ അപകടം ഉണ്ടായപ്പോൾ കടലിലേക്ക് ചാടിയത്. ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബാക്കിയുള്ള 4 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ചൈന, മ്യാൻമർ, ഇന്തോനേഷ്യ, തായ്വാൻ സ്വദേശികളാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. എന്നാൽ ഇവരെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കപ്പലിലെ തീ അണയ്ക്കുക എന്നുള്ളതാണ്. അതിനായുള്ള ശ്രമവും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ഏകദേശം പൂർണ്ണമായി തീ വിഴുങ്ങി എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡിൽ നിന്നും പുറത്തു വരുന്ന വിവരം. നേരത്തെ തന്നെ അറിയിച്ചിരുന്നു, ഈ രാസവസ്തുക്കളായതുകൊണ്ട് തീ പടരാനും തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരസ്പരം ഉരസിയാൽ അല്ലെങ്കിൽ പരസ്പരം തൊട്ടുപോയാൽ തന്നെ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ ഉള്ളത് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ തീ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിനടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടമുണ്ടായ കപ്പൽച്ചാലിന് സമീപത്തൂടെ പോകുന്ന മറ്റു കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ ഇത്ര ദൂരം അകലം പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു. അതേപോലെ കണ്ടെത്താനുള്ള 4 പേർക്കായി തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. ശരി വർഷ, കാണാതായ 4 പേർക്കായി ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കപ്പൽ പൂർണ്ണമായി കത്തിയമർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അണയ്ക്കാനുള്ള ശ്രമവും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് വർഷ ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള തീരത്ത് മുങ്ങിയ കപ്പൽ MSC എൽസ 3യുടെ ഉടമസ്ഥരായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ ഉടൻ കേസ് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച് കേരളം. മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് ഡയറക്ടറുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പുറം കടലിൽ മുങ്ങിയ കപ്പലിൽ ആഫ്രിക്കയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. മുങ്ങിയ കണ്ടെയ്നറുകൾ പുറത്തെത്തിക്കുകയാണ് ആദ്യ ലക്ഷ്യം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തുറമുഖവുമായി അടുപ്പമുള്ളവരാണെന്നും ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകാതെ ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിക്കാമെന്നുമാണ് തീരുമാനം.
കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായി നടത്തിയ കൂടിയാലോചനയിലാണ് ഈ തീരുമാനം. മെയ് 29-നാണ് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും തമ്മിൽ ചർച്ച നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഏറ്റവും അധികം കപ്പലുകൾ എത്തുന്നത് MSC കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ആ കമ്പനിയുമായി നിയമപ്രശ്നത്തിലേക്ക് പോയി ബന്ധം വഷളാക്കേണ്ടതില്ല എന്നതിനാൽ ഇൻഷുറൻസ് ക്ലെയിമുമായി മുന്നോട്ട് പോയാൽ മതിയെന്നാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. മെയ് 25-ന് മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന 640 കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചിരുന്നു. കാൽസ്യം കാർബൈഡ് നിറച്ച 13 കണ്ടെയ്നറുകളുണ്ട്. ഇതിൽ 5 എണ്ണം ഡെക്കിലും 8 എണ്ണം കപ്പലിനുള്ളിലുമാണ്. ഒഴുകി നടന്ന 100 കണ്ടെയ്നറുകളിൽ 48 എണ്ണം കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തീരത്തെത്തിയിരുന്നു. 60 കണ്ടെയ്നറുകളിലായി 168 ടൺ പോളിമർ പെല്ലറ്റുകളുണ്ട്. കടലിൽ വീണ കണ്ടെയ്നറുകൾ പൊട്ടി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുവായ പെല്ലറ്റുകൾ തീരത്തടിഞ്ഞിരുന്നു. ഇതും കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ്. കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ മുങ്ങിയ കപ്പലിൽ ആഫ്രിക്കയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ പരിശോധനാ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ പുറത്തെടുക്കുകയാണ് ലക്ഷ്യം. എണ്ണച്ചോർച്ച പൂർണ്ണമായും അടച്ച ശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുക. വിഷവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളും ടൺ കണക്കിന് ഇന്ധനവുമാണ് കടലിന്റെ അടിത്തട്ടിൽ തുടരുന്നത്. ജൂലൈ 3-നകം ഈ പ്രക്രിയ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. അമൃത ന്യൂസ്, കൊച്ചി. MSCയുടെ എൽസ 3 ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസ് എടുക്കേണ്ട എന്ന കേരളത്തിന്റെ തീരുമാനത്തോട് യോജിച്ച് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം കിട്ടാനുള്ള നടപടികൾക്കാണ് ആദ്യ മുൻഗണന എന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും നിലപാട്. അതേസമയം അപകടമുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് ജൂൺ 11-ന് പ്രതിഷേധം സംഘടിപ്പിക്കും. കഴിഞ്ഞ മാസം 24-നാണ് MSCയുടെ എൽസ 3 ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട് മുങ്ങിയത്. ഈ സംഭവത്തിൽ കേസെടുക്കേണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടറുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. ഇതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ആ നിലപാടിനെ പിന്തുണച്ച് കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരവും മലിനീകരണം തടയാനുള്ള ചെലവും ആദ്യം കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കാനാണ് നീക്കം. ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്നാണ് സൂചന. തീരത്ത് എണ്ണ മലിനീകരണമില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കപ്പൽ അപകടങ്ങളെ സർക്കാർ ഗൗരവമായി കാണാത്തതിൽ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. അദാനിയുമായി അടുത്ത ബന്ധമുള്ള കപ്പൽ കമ്പനിക്ക് വേണ്ടി കേസ് അട്ടിമറിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒത്തുകളിയാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ ജൂൺ 11-ന് തീരദേശ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. അമൃത ന്യൂസ്, കോഴിക്കോട്. കടലിൽ കണ്ടെയ്നർ മറിഞ്ഞ് പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടിയതോടെ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ ടൂറിസം മേഖലയും. ഒപ്പം വ്യാജ പ്രചരണങ്ങൾ കൂടിയായതോടെ കോവളത്തെ റെസ്റ്റോറന്റ് ഉടമകൾക്കും വരുമാനത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കണ്ടെയ്നർ മറിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം സംസ്ഥാനത്തെ ടൂറിസം മേഖലയും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കോവളം തീരത്ത് കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കും ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പല വ്യാജ പ്രചരണങ്ങളും ടൂറിസം മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കടലിൽ നിന്നുള്ള മത്സ്യം കഴിക്കുന്നത് കൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമെന്ന പ്രചരണങ്ങൾ മൂലം കോവളത്തെ റെസ്റ്റോറന്റുകളിൽ പലതും ആളുകൾ കയറാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ശരിക്കും ആൾക്കാർക്ക് ഒരു പേടിയായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ പത്രങ്ങളിലും അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുള്ളതുകൊണ്ട് ഒരു പേടി പോലെ ഉണ്ട്. ബീച്ചിലോട്ട് ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല വലുതായിട്ട്. ഈ 2 ദിവസത്തിന് മുമ്പേ കുറച്ച് മാലിന്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയായിരുന്നു. സാധാരണ പ്ലാസ്റ്റിക് എല്ലാം സർക്കാരിൻ്റെ ആൾക്കാർ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ മത്സ്യം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി പോലെ ആൾക്കാരെ പേടിച്ച് കഴിക്കുന്നില്ല. കഴിക്കുന്നവരും ഉണ്ട്, നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മളിവിടെ ഫ്രഷ് മീൻ കിട്ടുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് കഴിച്ച് ക്യാൻസർ വരുന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ ഡോക്ടർമാരൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു കുഴപ്പമില്ല, കഴിക്കാമെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ അതായത് ബോയിലായി വേവിക്കുമ്പോൾ ആവിയാൽ ഇതിൻ്റെ വിഷാംശം ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയണത്. പിന്നെ ഈ ലോക്കൽ ഏരിയയിൽ, നമ്മളെ ഹോസ്റ്റൽ ഏരിയയിൽ വരുമ്പോൾ യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ആൾക്കാരും മീൻ കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികളിൽ വലിയ കുറവുണ്ട്. എത്തുന്നവരാകട്ടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ മൂലം റെസ്റ്റോറന്റുകളിൽ കയറാൻ വലിയ വിമുഖതയും കാണിക്കുന്നുണ്ട്. കണ്ടെയ്നറിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരത്തടിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളെ പോലെ തന്നെ ഇവിടത്തെ ടൂറിസം മേഖലയും വലിയ പ്രതിസന്ധിയിലാണ്. അതിനോടൊപ്പം സോഷ്യൽ മീഡിയകളിൽ വരെ ഉയർന്നു പൊങ്ങുന്ന വ്യാജ പ്രചരണങ്ങൾ കൂടിയായതോടെ കോവളത്തെ പല റെസ്റ്റോറന്റുകളുടെയും വരുമാനം ഏകദേശം നിലച്ച മട്ടിലാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായാൽ മാത്രമേ ടൂറിസം മേഖലയും പുത്തനുണർവിലേക്ക് തിരിച്ചുവരൂ. ക്യാമറാമാൻ അനിലിനൊപ്പം ആതിര, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കേരളത്തിന്റെ ആവശ്യങ്ങൾ വീണ്ടും തള്ളി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ല. കടുവയും ആനയും സംരക്ഷിത പട്ടികയിൽ തുടരും. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചത്. നിലവിൽ കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുണ്ട്. കാട്ടുപന്നിയെ കൊല്ലുന്നതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികൾക്കടക്കം ഇതിനുള്ള അനുമതിയുണ്ട്. പലരും ഇത് വിനിയോഗിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകളുടെ ആവശ്യമില്ലെന്നാണ് വനം പരിസ്ഥിതി മന്ത്രാലയം പറയുന്നത്. കൂടാതെ ആന, കടുവ തുടങ്ങിയ മൃഗങ്ങളെ നിയന്ത്രണം കുറഞ്ഞ വിഭാഗമായ ഷെഡ്യൂൾ 2 മാറ്റണമെന്ന കേരളത്തിന്റെ ആവശ്യവും കേന്ദ്രം തള്ളി. സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ് ആനയും കടുവയും. ഇവയെ ഷെഡ്യൂൾ 2 മാറ്റിയാൽ കൂടുതലായി അവയെ കൊല്ലുന്നതിനുള്ള നടപടിയുണ്ടാകും. അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് മന്ത്രാലയം പറയുന്നത്. കുരങ്ങിനെ ഷെഡ്യൂൾ 2 മാറ്റണമെന്ന കേരളത്തിന്റെ ആവശ്യവും പരിഗണിക്കില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇടുക്കി കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാന ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നത്. ഒരു മാസം മുമ്പ് ഒരു ആന മാത്രമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ 6 ആനകളാണ് പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനക്കൂട്ടം റെജി ചിരട്ടവയലിൽ, കുഴിയാനിപ്പള്ളിൽ രുക്മിണി, ജെയിംസ് പ്ലാപ്പറമ്പിൽ, ടിൻഡ വെട്ടിക്കൽ തുടങ്ങിയവരുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. ജെയിംസ് പ്ലാപ്പറമ്പിലിന്റെ വീടും കാട്ടാനകൾ തകർത്തു. ഏത് സമയത്ത് വന്നാലും അവർക്കൊന്ന് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സ്ഥിതിയാണുള്ളത്. അതിൻ്റെയൊക്കെ തൊട്ട് ചേർന്ന് വരെ ആന വന്നു. ഇന്നലെ BSSൻ്റെ പ്രസിഡന്റ് അടക്കം BSSൻ്റെ ഭാരവാഹികൾ, അതുപോലെ നാട്ടുകാർ, ഫോറസ്റ്റ് അധികൃതർ എല്ലാവരും കൂടി ആനയെ മിനിങ്ങാന്ന് ഓടിച്ചു വിട്ടു. വീണ്ടും അത് ഇന്നലെ കൂടുതൽ ആനകളാണ് വന്നത്. ഇന്നലെ 4 ആനകളാണ് വന്നത്. ആദ്യത്തെ ദിവസം 2 ആനയാണ് വന്നത്. അഞ്ചുരുളി ആദിവാസി കുടിയിൽ 5 വർഷം മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനംവകുപ്പ് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അന്ന് ഈ മേഖലയിൽ കാട്ടാനശല്യം കുറവാണെന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയില്ല. കാട്ടാനയാക്രമണം മൂലം പണിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ. മഴ ശക്തമാകുന്നതോടെ അഞ്ചുരുളി ആദിവാസി കുടി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്യമൃഗശല്യം ഒഴിവാക്കാൻ RRTA ഉൾപ്പെടെ നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണത്തിന് അവസാനമില്ല. കല്ലേലി എസ്റ്റേറ്റിൽ ജീവനക്കാരന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം തണ്ണിത്തോട് മേക്കണ്ണത്ത് അജ്ഞാത ജീവി വളർത്തുമൃഗത്തെ കടിച്ചു കൊന്നിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്നത് മേഖലയിൽ പ്രതിഷേധത്തിന് വഴിവെക്കുന്നുണ്ട്. ജീവിക്കാനായുള്ള പോരാട്ടത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര ജനത. വീടുകളിലും തൊഴിലിടങ്ങളിലും ഇവർ സുരക്ഷിതരല്ല. തിങ്കളാഴ്ച പുലർച്ചെയാണ് കല്ലേലി എസ്റ്റേറ്റിലെ ജീവനക്കാരന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. രാവിലെ ഞാൻ വണ്ടിയായിട്ട് എൻ്റെ കോട്ടേഴ്സിലോട് കയറി വരികയായിരുന്നു. ആ സമയത്ത് എൻ്റെ കോട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആന. അത് ഞാൻ അങ്ങോട്ട് കയറ്റത്തോട്ട് കയറി ചെല്ലുമ്പോൾ അത് ഇറങ്ങി വരികയായിരുന്നു ആന. ഇറങ്ങി ഇങ്ങോട്ട് വരിക, എന്നെ കാണുക, അത് ഇറങ്ങി എൻ്റെ നേരെ വന്നപ്പോഴത്തേക്ക് ഞാൻ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഞാൻ ഓടിക്കഴിഞ്ഞപ്പോൾ അതെൻ്റെ പുറകിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞപ്പോൾ എന്നെ പിടിക്കത്തില്ലെന്നുള്ള ദൂരമായപ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി. അന്നേരം ഞാൻ തറയിലോട്ട് വീഴുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തണ്ണിത്തോട് മേക്കണ്ണത്ത് വളർത്തുനായയെ അജ്ഞാത മൃഗം ആക്രമിച്ചു കൊന്നിരുന്നു. പുലിയാണെന്ന് നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. പ്രചരണാവേശച്ചൂടിൽ നിലമ്പൂർ. ആരോപണങ്ങളും മറുപടിയുമായി മുന്നണികൾ. മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വോട്ട് പിടിക്കാൻ പണം വിതരണം ചെയ്യുന്നു എന്ന ആരോപണവുമായി PV അൻവർ രംഗത്തെത്തി. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികളുടെ പ്രചരണം പുരോഗമിക്കുകയാണ്. വിഷയങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തിപരമായ ആരോപണങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരികയാണ്. 3 മുന്നണികൾക്കും പുറമെ സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവർ UDFനെയും LDFനെയുമാണ് കടന്നാക്രമിക്കുന്നത്. അതിൽ തന്നെ മുഖ്യമന്ത്രിയെയും മുഹമ്മദ് റിയാസിനെയുമാണ് PV അൻവർ കൂടുതലായി ലക്ഷ്യം വെക്കുന്നത്. റിയാസിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരുടെ വോട്ടുകൾ പണം കൊടുത്ത് വാങ്ങുന്നുവെന്നാണ് അൻവറിന്റെ ആരോപണം. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസംഘം വലിയ പണച്ചാക്കുമായി 2 ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത്. നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ
മലയോര കുടിയേറ്റ കർഷകർ അത് നേരിടുക തന്നെ ചെയ്യും. അതേസമയം 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം അമരമ്പലം പഞ്ചായത്തിലെ അമരമ്പലം സൗത്തിൽ നിന്ന് ആരംഭിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെയുണ്ടായ ആ സംഭവം വ്യക്തമാക്കുന്നത് അതായിരുന്നു. പക്ഷെ പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ യൂത്ത് കോൺഗ്രസ് നേതാവാണ് കൊല നടത്തിയത് എന്ന് തെളിഞ്ഞു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം മൂത്തേടം പഞ്ചായത്തിൽ ആയിരുന്നു. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ചുമതല സംസ്ഥാന സർക്കാരിനുണ്ട്, അത് ചെയ്യാൻ കഴിഞ്ഞോ? അപ്പൊ ഈ തകർച്ചയിൽ നിങ്ങൾക്കും പങ്കുണ്ട്. നിങ്ങൾ പറയുന്നത് വികസനം ചർച്ച ചെയ്യാൻ UDF ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയുന്ന വികസനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. പ്രതിപക്ഷ നേതാവിനൊപ്പം ചലച്ചിത്ര താരം ജോയ് മാത്യുവും ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിൽ പങ്കെടുത്തു. ഉപ്പുവള്ളി, പുതിയ കളം, ചുള്ളിയോട് മേഖലകളിലാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പര്യടനം. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് മോഹൻ ജോർജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രം അവശേഷിക്കുന്നതിനാൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇനി കൂടുതൽ ശക്തമാകും. അമൃത ന്യൂസ്, നിലമ്പൂർ. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നിലമ്പൂർ മാറുമ്പോൾ കൂടുതൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കുകയാണ് കോൺഗ്രസ്. 13-ന് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ റോഡ് ഷോ നടക്കും. KC വേണുഗോപാലും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള പ്രമുഖർ വരും ദിവസങ്ങളിൽ UDF-നായി പ്രചാരണത്തിനായി എത്തും. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി കളം നിറഞ്ഞാണ് UDF-ന്റെ പ്രചാരണം. രാഷ്ട്രീയത്തിനതീതമായി നിൽക്കുന്ന ആളുകളെ കൂടി ഒപ്പം നിർത്താൻ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കളെ UDF രംഗത്തിറക്കുന്നു. പ്രചാരണത്തിന്റെ 3-ാം ഘട്ടത്തിൽ കുടുംബയോഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. AICC ജനറൽ സെക്രട്ടറിയും വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധി 13-ന് നിലമ്പൂരിലെത്തും. വൈകുന്നേരം 3-ന് മൂത്തേടത്തും 4-ന് നിലമ്പൂരിലും റോഡ് ഷോയിൽ പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് മികച്ച വിജയം സമ്മാനിച്ചതിൽ നിർണായക പങ്കുവഹിച്ചത് നിലമ്പൂരാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 13-നും 16-നും നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട്. UDF കൺവെൻഷനിൽ നിന്ന് പാണക്കാട്ട് കുടുംബം വിട്ടുനിന്നുവെന്ന ആരോപണങ്ങൾക്കുൾപ്പെടെ അദ്ദേഹം മറുപടി നൽകും. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 12-ന് INTUC കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 13-നും അദ്ദേഹം മണ്ഡലത്തിലുണ്ടാവും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്കെത്തും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളെ കൂടി രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് ആവേശം കൂട്ടുകയാണ് കോൺഗ്രസും UDF-ഉം. അമൃത ന്യൂസ്, നിലമ്പൂർ. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 15-കാരൻ അനന്തു തന്നെയാണ് ഇന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയം. മന്ത്രി OR കേളുവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും അനന്തുവിന്റെ വീട് സന്ദർശിച്ചു. വിഷയം രാഷ്ട്രീയമായി ഉന്നയിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കുമെന്ന് OR കേളു പറഞ്ഞു. അനാവശ്യ വർത്തമാനങ്ങൾ നിയന്ത്രിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നടന്നത് സ്വാഭാവിക പ്രതിഷേധമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. എന്തും രാഷ്ട്രീയ വിഷയമാകുന്ന കേരളത്തിൽ 15-കാരന്റെ മരണവും രാഷ്ട്രീയ ആയുധവും പ്രചാരണ വിഷയവുമാവുകയാണ് നിലമ്പൂരിൽ. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ബലം കുറഞ്ഞുവെങ്കിലും മുന്നണികൾ പിന്നോട്ടു പോയിട്ടില്ല. അനന്തുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി OR കേളു കുടുംബത്തിനാവശ്യമായ ധനസഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയത് UDF ആണെന്നും അതേ രീതിയിലാണ് മുന്നോട്ടു പോകാൻ തയ്യാറെടുക്കുന്നതെങ്കിൽ LDF-ഉം ആ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതെ, ഇത് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം UDF ആണ് ഒരു വിഷയത്തിന് ആധാരമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തെ ഞങ്ങൾ ആദ്യം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതേസമയം മന്ത്രി എന്ന നിലയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശമാണ് AK ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് അനന്തുവിന്റെ വീട്ടിലെത്തിയ ശേഷം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. വിഷയത്തെ രാഷ്ട്രീയമായി UDF കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഇവർക്കൊക്കെ എന്താ ഒരു ഉദ്ദേശിച്ചത്? എന്ത് രാഷ്ട്രീയം പറഞ്ഞത്? ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ? സമാന നിലപാട് തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചത്. നിലമ്പൂരിലുണ്ടായത് സ്വാഭാവിക പ്രതികരണമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്.
ഇതാരെങ്കിലും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇങ്ങനെ ഇവിടെ കൊണ്ട് കറണ്ട് കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ ശ്രമിക്കുമോ? അപ്പം മന്ത്രി പിൻവലിച്ചത് നന്നായി. വാസ്തവത്തിൽ മന്ത്രി മാപ്പ് പറയുക കൂടിയാണ് വേണ്ടത്. രാവിലെ അനന്തുവിന്റെ വീട്ടിലെത്തിയ CPI നേതാവ് പ്രകാശ് ബാബു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അത്തരം പരാമർശം നടത്തിയതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പരിഹരിക്കാത്തത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന് അറിയാനൊക്കും. അദ്ദേഹത്തിന് വല്ല ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഏതായാലും മന്ത്രി അയഞ്ഞതോടെ പ്രതിപക്ഷവും അയഞ്ഞു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. വിഷയത്തിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് ഓഫീസിലേക്കും UDF KSEB ഓഫീസിലേക്കും BJP വനം വകുപ്പ് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. അമൃത ന്യൂസ്, നിലമ്പൂർ. മാധ്യമങ്ങളെ പഴിചാരിയ മന്ത്രി AK ശശീന്ദ്രൻ താൻ പറഞ്ഞതിനെ വളച്ചൊടിക്കുകയായിരുന്നു. മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള പ്രതിഷേധങ്ങളിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം സാധാരണയായി നടത്തുന്നതാണ്. ഇന്ന് അങ്ങോട്ട് വിളിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും വിജയരാഘവൻ PB മെമ്പറും എല്ലാം ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണമെല്ലാം സമാനമായ പ്രതികരണങ്ങളാണ്. അതിനപ്പുറത്ത് പുതുതായിട്ട് ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയോ പുതിയതൊന്നും സംഭവിച്ചിട്ടില്ല. ഏതിന് പിന്നിൽ അത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയില്ലെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പക്ഷേ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിപ്പോൾ ഇവിടെ ഏഷ്യാനെറ്റിൽ രാത്രി 12 മണിക്ക് വന്നപ്പോൾ പറഞ്ഞ് ഇത് പെട്ടെന്ന് നടന്നതിൻ്റെ അനന്തുവിന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അനന്തുവിന്റെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും സാമ്പത്തിക സഹായം നൽകണം. ഇക്കാര്യം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മടങ്ങി വന്നിട്ടില്ല. ഒരു കുട്ടിക്ക് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മരണപ്പെട്ട കുട്ടിയുടെ പിതാവും കുടുംബവും വലിയ പ്രയാസത്തിലാണ്. ആ കുടുംബത്തെ ഗവൺമെൻറ് അവരുടെ തീരാ നഷ്ടത്തിൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം, കുടുംബാംഗങ്ങൾക്ക് ജോലി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കണം. വനമന്ത്രി AK ശശീന്ദ്രനെതിരെ ആഞ്ഞടിച്ച BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. വകുപ്പിലെ നിയമം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു മന്ത്രിയെന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. അനന്തുവിന്റേത് ഗവൺമെന്റ് സ്പോൺസേഡ് കൊലപാതകമാണെന്നും അവർ ആരോപിച്ചു. പോലും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു വകുപ്പ് മന്ത്രി? 2, വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഒന്ന് പൊടിതട്ടിയെടുക്കണം. ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഇതുപോലെയുള്ള തീരങ്ങളിൽ ജീവിക്കുന്ന, ഉള്ളേരിയകളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാരെ സജ്ജരാക്കാൻ ഈ വകുപ്പ് മന്ത്രി തയ്യാറാകണം. പന്നികണിയിൽ നിന്ന് ഷോക്കേറ്റ് അനന്തു മരിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം നൽകാൻ പോലീസിനോടും ജില്ലാ കളക്ടറോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. അനന്തുവിന്റെ വീട് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ സന്ദർശിച്ചു. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ കമ്മീഷന് അവരെ സഹായിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം ഈ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ നടപടികൾ കമ്മീഷന്റെ ഭാഗത്തുനിന്ന്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കപ്പുറത്തേക്കുള്ള ഗൗരവമുണ്ട് വെള്ളക്കട്ടയിലെ അനന്തുവിന്റെ മരണത്തിന്. നിലമ്പൂരിന്റെ മലയോര മേഖലയിൽ വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണത്തിന്റെ ഇരകൂടിയാണ് അനന്തു. ഷോക്കേറ്റാണ് അനന്തു മരിച്ചതെങ്കിലും വന്യജീവി ആക്രമണം മേഖലയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. അനന്തുവിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് നല്ല വഴി പോലുമില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ മലയോര മേഖലയിലെ ജനതയ്ക്ക് നൽകുന്ന സംവിധാനങ്ങൾ അറിയണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണണം. ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. 4 വീടുകളാണ് വഴിക്കടവ് പഞ്ചായത്തിലെ ഈ പ്രദേശത്തുള്ളത്. അനന്തുവിന്റെ ജീവൻ നഷ്ടമായതുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ ഈ പ്രദേശത്തേക്ക് പതിഞ്ഞത്. ഇതിനു മുൻപും തൊട്ടടുത്ത പ്രദേശത്ത് ഒരാൾ മരിച്ചിരുന്നു. അന്ന് അധികാരികൾ നൽകിയ ഉറപ്പെല്ലാം പാഴായി. ബിനീഷിന്റെ ക്രിമിനൽ ബുദ്ധിയാണ് അനന്തുവിന്റെ ജീവനെടുത്തതെങ്കിൽ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക വളരെ വലുതാണ്. അപകടമുണ്ടായാൽ നഗരത്തിലെ ആശുപത്രിയിലേക്ക് എത്താൻ ഏറെ സമയമെടുക്കും. ഈ അപകടം നടന്നപ്പോൾ ഇവർ 5 പിള്ളേരുണ്ട്. ഈ 5 പിള്ളേരിൽ 3 പേര് ഈ ഷോക്കേറ്റും, 2 പേര് ഇത് കണ്ടിട്ട് ഒരാൾ ഈ വീട്ടിൽ കൂടി, ഒരാൾ അവിടെ താഴെ ഒരു അംഗനവാടി ഉണ്ട് അവിടേക്കും ആ ഭാഗത്ത് കൂടി. പിന്നെ ഈ 3 കുട്ടികളെ ഇവിടുന്ന് ഏറ്റിയെടുത്തിട്ടാണ്
അവിടെ റോട്ടിലെത്തിക്കണേ. പിന്നെ ഒരു 10-5 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഒരു വണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു വണ്ടി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. വനത്തിലൂടെ കിലോമീറ്ററോളം സഞ്ചരിച്ചാലാണ് പല വീടുകളിലേക്കും എത്തുക. ഒരു വശത്ത് വീടും മറുവശത്ത് വനവും. വന്യജീവി ആക്രമണം തടയാൻ ദുർബലമായ ഫെൻസിംഗ് സംവിധാനം. നിരവധി ആവശ്യങ്ങൾ നാട്ടുകാർ ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് വെച്ചെങ്കിലും ഒന്നും എങ്ങും എത്തിയിട്ടില്ല. ഇവിടെ വളരെ ദുരിതം തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ 4 വീട്, അതുപോലെ ഇവിടെ ഒരു വീട്, അതുപോലെ അവിടെ ആ ഭാഗത്ത് പോയിൻ്റെ പക്കത്തൊരു വീടുണ്ട്. ഇവരൊക്കെ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. മഴക്കാലത്ത് ഇവർ കുടുങ്ങി പോവുകയാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഏലിയ പോകണ്ടെന്ന് അവർക്കറിയില്ല. ഇത് ഇങ്ങനെയൊന്നുമല്ല. ഈ തോട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത വിധത്തിൽ വെള്ളം ഇതിൽ വരും. ഇവരെ ഈ വീട്ടിലേക്ക് വരെ വെള്ളം കയറും. പക്ഷേ ഇവരൊന്നും ഒന്ന് ഇവിടുന്ന് മാറ്റി താമസിക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനമൊന്നും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അപകടമുണ്ടാകുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നടപടികൾ വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അറിഞ്ഞോ അറിയാതെയുള്ള ചിലരുടെ അനാസ്ഥ കവർന്നെടുത്തത് ഒരു 15-കാരന്റെ ജീവനും ഒരു കുടുംബത്തിന്റെ വലിയ സ്വപ്നങ്ങളുമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ തങ്ങളുടെ നിലപാടുകൾ മാറ്റിയേ മതിയാവൂ. അമൃത ന്യൂസ്, നിലമ്പൂർ. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലം. ഹർജി പൊതു താൽപര്യ പരിധിയിൽ വരില്ല എന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായാണ് ഹൈക്കോടതിയിൽ മറുപടി നൽകുന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മകളുടെ കമ്പനി മറ്റൊരു കമ്പനിയുമായി നടത്തിയ കാര്യങ്ങളാണ് കേസിൽ പ്രതിപാദിക്കുന്നതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. ഈ കേസിൽ താനുമായി ബന്ധപ്പെടുത്തുവാനുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. നിലവിൽ SFIO അന്വേഷിക്കുന്നുണ്ട്. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന കേസ് ഇപ്പോൾ CBIക്ക് വിടേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ പറയുന്നു. ഹർജി നൽകിയ ആൾക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ല. 2 കമ്പനികൾ തമ്മിലുള്ള കേസിൽ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ പ്രേരിതമായി മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. അതുകൊണ്ട് തന്നെ ഹർജി തള്ളണമെന്നും CBI അന്വേഷണം ആവശ്യപ്പെടുവാൻ ഹർജിക്കാരന് യാതൊരു തരത്തിലുള്ള അർഹതയുമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പറയുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കപ്പൽ അപകടവും കാലാവസ്ഥാ വ്യതിയാനവും തൊഴിൽ ദിനങ്ങളെ ബാധിച്ചതിനാൽ മത്സ്യബന്ധന മേഖലയാകെ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം. പ്രജനനകാലത്തെ നാശം തടഞ്ഞ് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത്. മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും ട്രോളിംഗ് നിരോധന സമയത്ത് പരിശോധനകൾ ശക്തമാക്കാനാണ് തീരുമാനം. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഒപ്പം പെട്രോളിംഗിനായി നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന സമയത്ത് കേരള തീരത്ത് ഇതര സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾക്കും വിലക്കുണ്ട്. തോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്തും കടലിൽ പോകാം. എന്നാൽ നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം കാലാവസ്ഥാ വ്യതിയാനവും ഇന്ധനവില വർധനവും മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനിടെയാണ് കപ്പൽ അപകടം കൂടിയെത്തിയത്. ഇത് തൊഴിൽ ദിനങ്ങളെ ബാധിച്ചതിനാൽ 10 ദിവസത്തെ ഇളവ് അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല. മത്സ്യബന്ധന മേഖലയിൽ സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം. അമൃത ന്യൂസ്, കൊല്ലം. ഇന്ത്യൻ സഞ്ചാരി ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യം ആക്സിയോം 4ന്റെ വിക്ഷേപണം വീണ്ടും മാറ്റി. മോശം കാലാവസ്ഥ കാരണമാണ് വിക്ഷേപണം മാറ്റിയത്. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച വൈകിട്ട് 5:55 നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം ബുധനാഴ്ച വൈകിട്ട് 5:30 മാറ്റിയത്. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 8 നടത്താനിരുന്ന വിക്ഷേപണം മികച്ച രീതിയിൽ തയ്യാറെടുപ്പിന് വേണ്ടി നേരത്തെ 2 ദിവസം വൈകിപ്പിച്ചിരുന്നു. പുതിയതായി വികസിപ്പിച്ചെടുത്ത SpaceX ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിലാണ് സംഘം യാത്ര തിരിക്കുക. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇംഗ്ലണ്ടിൽ ബുധനാഴ്ച തുടങ്ങാനിരിക്കെ വിവാദങ്ങളും തലപൊക്കി. ഇംഗ്ലണ്ടിലെത്തിയ ഓസ്ട്രേലിയൻ ടീമിന് ലോർഡ്സിൽ ശനിയാഴ്ച പരിശീലനം നിഷേധിച്ചതാണ് ഇപ്പോൾ വിവാദമായത്. എന്നാൽ ഇതിന് പിന്നിലുള്ള കാരണം എന്തെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇംഗ്ലണ്ട് പര്യടനത്തിന്റെ ഭാഗമായി എത്തിയ ഇന്ത്യൻ ടീമിന് ലോർഡ്സിൽ പരിശീലനം നടത്താൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ടെംബ ബവൂമ നയിക്കുന്ന ദക്ഷിണാഫ്രിക്കയും പാറ്റ് കമിൻസ് നയിക്കുന്ന ഓസ്ട്രേലിയയും തമ്മിലുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ബുധനാഴ്ചയാണ് ആരംഭിക്കുന്നത്. ജൂൺ 15 വരെയാണ് ഫൈനൽ മത്സരം നടക്കുക.
ആവശ്യമെങ്കിൽ ജൂൺ 16 റിസർവ് ദിനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ഫൈനലിന്റെ വേദിയാകുന്നത്. എന്നാൽ ലോർഡ്സ് ഗ്രൗണ്ട് പരിശീലനത്തിന് ലഭ്യമല്ലെന്ന് ഓസീസ് ടീമിനെ ആദ്യം അറിയിച്ചത് വിവാദമായിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ടീമിന് പരിശീലനം നിഷേധിച്ചത്. ആദ്യം അനുമതി നിഷേധിച്ച പാറ്റ് കമിൻസിനും സംഘത്തിനും ഞായറാഴ്ചയാണ് പരിശീലനം നടത്താൻ സാധിച്ചത്. പരിശീലനാനുമതി നിഷേധിച്ചതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇംഗ്ലണ്ട് പര്യടനത്തിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിലെത്തിയ ഇന്ത്യൻ ടീമിന് ലോർഡ്സിൽ പരിശീലനം നടത്താൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ടീമിന് പകരമായാണ് ഇന്ത്യൻ ടീമിന് പരിശീലനം നടത്താൻ അനുവാദം നൽകിയതെന്ന് ഫോക്സ് ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇംഗ്ലണ്ട് പര്യടനത്തിനായി എത്തിയ ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ 20-നാണ്. മൂന്നാം മത്സരം മാത്രമാണ് ലോർഡ്സിൽ നടക്കുന്നത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അടുത്തെത്തിയിട്ടും ലോർഡ്സിൽ ഓസീസ് ടീമിന് പരിശീലനം നടത്താൻ അനുമതി നിഷേധിച്ചത് ഓസ്ട്രേലിയൻ മാധ്യമങ്ങളും ക്രിക്കറ്റർമാരും ഏറ്റുപിടിച്ചിട്ടുണ്ട്. അതേസമയം രോഹിത് ശർമ്മ വിരമിച്ച പശ്ചാത്തലത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടിൽ പരിശീലനം നടത്തുന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ. ന്യൂസ് ഡെസ്ക് അമൃത TV. ഏഷ്യാകപ്പ് വനിതാ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ വയനാട് കൽപ്പറ്റ സ്വദേശിനി MS ശ്രുതിക്ക് മത്സരം നഷ്ടമാകില്ല. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് 1,70,000 രൂപ ശ്രുതിക്ക് അനുവദിച്ചു. ചൈനയിലേക്കുള്ള യാത്രാ ചെലവിനുള്ള പണം കണ്ടെത്താൻ കഴിയാത്ത ശ്രുതിയുടെ സാമ്പത്തിക പ്രതിസന്ധി അമൃത വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈനയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വുമൺസ് സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ശ്രുതി അടക്കമുള്ള 2 മലയാളി താരങ്ങൾ ഇടം നേടിയിരുന്നു. യാത്രാ ചിലവടക്കമുള്ള ഭീമമായ തുക കണ്ടെത്താൻ കഴിയാതെ ചാമ്പ്യൻഷിപ്പ് നഷ്ടമാകുമോയെന്ന ആശങ്കയ്ക്കിടെയാണ് MS ശ്രുതിക്ക് പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചത്. ശ്രുതിയും മലപ്പുറം താനൂർ സ്വദേശിനി P അഞ്ജലിയും നിർധന കുടുംബാംഗങ്ങളാണ്. ഇരു കുടുംബത്തിൻ്റെയും സാമ്പത്തിക അവസ്ഥ അമൃത ന്യൂസ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് വകുപ്പ് മന്ത്രി OR കേളുവിൻ്റെ നിർദ്ദേശാനുസരണം ധനസഹായമായി 1,70,000 രൂപ അനുവദിച്ചത്. ഏഷ്യാകപ്പ് മത്സരത്തിനായി മധ്യപ്രദേശിലെ മെഡിക്കാപ്സ് വിശ്വവിദ്യാലയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിശീലന ക്യാമ്പിലാണ് ശ്രുതിയും അഞ്ജലിയും ഉള്ളത്. ജൂലൈ 11 മുതൽ 20 വരെ ചൈനയിലെ സിയാനിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇതിനു മുന്നേ അഞ്ജലിക്കും സ്പോൺസർമാരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശ്രുതിയുമുള്ളത്. അമൃത ന്യൂസ്, വയനാട്. ഗാസ മുനമ്പിലേക്ക് അവശ്യ വസ്തുക്കളുമായി എത്തിയ കപ്പൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞു. പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുംബറിക്, യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമ ഹസൻ ഉൾപ്പെടെ 12 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. കപ്പൽ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. മദ്ലീൻ എന്ന കപ്പലാണ് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തത്. ഗ്രേറ്റയെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതിനെ തുടർന്ന് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായ പ്രതിസന്ധിയിൽ 2 ദിവസത്തിനകം പരിഹാരമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കരാറുകൾ പുതുക്കാൻ തീരുമാനമായെന്ന് അടിയന്തര യോഗത്തിന് ശേഷം സുരേഷ് ഗോപി അറിയിച്ചു. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മരുന്നിനുമുള്ള കരാറുകൾ പുതുക്കണമെന്നാണ് ചട്ടം. കഴിഞ്ഞ 2 വർഷമായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് കരാർ പുതുക്കിയിട്ടില്ല. ഇതോടെയാണ് സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടക്കുന്ന ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം പൂർണ്ണമായും നിശ്ചലമായത്. ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിഭാഗ മേധാവികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇന്ന് നടത്താനിരുന്ന 6 ശസ്ത്രക്രിയകളും മാറ്റിവെച്ചു. ശസ്ത്രക്രിയകൾ മുടങ്ങിയ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തര യോഗം ചേർന്നത്. മാധ്യമങ്ങളിൽ വന്നതുപോലെ ഗുരുതരമായ പ്രശ്നമല്ലെന്നും 2 ദിവസത്തിനകം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വീഴ്ചയും വരാതെ പേഷ്യൻസിനൊന്നും ഒരു രീതിയിലും ഉപദ്രവം ഏൽപ്പിക്കാത്ത തരത്തിൽ റിവൈവ് ചെയ്യാനുള്ള എല്ലാ നിശ്ചയങ്ങളും ആയിട്ടുണ്ട്. ഇന്നിപ്പോ അതിനെ സംബന്ധിച്ച് അവരുടെ പുതിയ എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ എല്ലാം നോർമലൈസ് ചെയ്ത് പുറത്ത് അങ്ങനെ വന്ന അത്രയും വലിയ ഇഷ്യൂസ് ഇല്ല. ഉള്ളത് എല്ലാം റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ശ്രീചിത്രയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ശ്രീചിത്ര ഡയറക്ടർ സഞ്ജയ് ബിഹാരി നേതാക്കളുമായി അനുരഞ്ജന ചർച്ച നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശസ്ത്രക്രിയകൾ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഇന്ന് ശ്രീചിത്രയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിലെ സന്യാസ സമൂഹ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരള തനിമയിലേക്ക് എന്ന സന്ദേശമുയർത്തി സംസ്ഥാനതല ധർമ്മ സന്ദേശയാത്ര നടത്തും. ഒക്ടോബർ 7 മുതൽ 21 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് യാത്ര. യാത്രയ്ക്ക് സ്വാഗത സംഘ രൂപീകരണ യോഗം തിരുവനന്തപുരത്ത് ചേരും. ജൂൺ 11 വൈകിട്ട് 5 തിരുവനന്തപുരം ഉദയ പാലസിലാണ് യോഗം. കേരളത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠന്മാരും വിവിധ ആത്മീയ, സാംസ്കാരിക, സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കും. എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് വയനാട് മേപ്പാടി മാതാമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പറഞ്ഞു. ഒക്ടോബർ 7 മുതൽ 14 ദിവസങ്ങളിലായിട്ട് 21 വരെ കേരളത്തിൽ സന്യാസി ധർമ്മരക്ഷായാത്ര സംഭവിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിമാരും മഠങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ട്, എല്ലാ സന്യാസി മഠങ്ങളിലെ ആചാര്യന്മാരും പങ്കെടുത്തുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു സന്യാസി ധർമ്മ രക്ഷായാത്ര വരികയാണ്. അതിൻ്റെ സ്വാഗതസംഘ രൂപീകരണം തിരുവനന്തപുരം ഉദയ പാലസ് കവടിയാറിൽ വരുന്ന ജൂൺ 11 നടക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് ഉദയ പാലസിൽ വെച്ചിട്ടാണ് സംസ്ഥാന തലത്തിലുള്ള സ്വാഗതസംഘ രൂപീകരണം നടക്കുന്നത്. എല്ലാ ആചാര്യന്മാരും പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും ഈ സ്വാഗതസംഘ രൂപീകരണത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാഗഭാക്കാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവിധ ധാർമ്മിക മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ സമൂഹത്തിൽ ഒരുപാട് പ്രവണതകൾ വളർന്നു വരികയാണ്. അതുപോലെ മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അതീതമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ധർമ്മത്തെയും മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സന്യാസിമാർ തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു ധർമ്മരക്ഷാ യാത്രയാണ്. അത് കേരള തനിമയിലേക്ക് എന്നുള്ളൊരു സന്ദേശവുമായിട്ടാണ് വരുന്നത്. അതിൽ എല്ലാവരും പങ്കെടുക്കുക. ഇനി സംസ്ഥാന തലത്തിലെ സ്വാഗതസംഘം കഴിഞ്ഞു കഴിഞ്ഞാൽ ജില്ലാതലത്തിൽ സ്വാഗതസംഘങ്ങളുണ്ടാവും. എല്ലാവരും ജനങ്ങളുടെയും സനാതന ധർമ്മ വിശ്വാസികളുടെയും പങ്കാളിത്തം ഉണ്ടാവണം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ നന്മകളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.